ഹായ്, വെൽക്കം ടു ഷീക്ക് ആൻഡ് സ്ലീക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. റോപ്പ് ട്വിസ്റ്റ് ബ്രെയ്ഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക, അപ്പോൾ ഫുള്ളായിട്ട് മനസ്സിലാവും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ഞാനിവിടെ സെൻറ്റർ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് പാർട്ടീഷൻ എടുക്കാം, അതൊക്കെ നമ്മളുടെ ചോയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ടെയിൽ കോംബ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അങ്ങനെയൊന്നുമില്ല, ഇതുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സാധാ ഇതുപോലത്തെ കോംബാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ആദ്യം പാർട്ടീഷൻ എടുത്തു. ഇനി നമുക്ക് കുറച്ച് ഇവിടുന്ന് ഹെയർ ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ എടുക്കാം. എന്നിട്ട് ആ ഫ്രണ്ടത്തെ ഹെയർ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടാം, ബാക്കിലേക്ക് ബാക്കി ബാലൻസ് വരുന്നത് ബാക്കിൽ വെക്കാം. എന്നിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് ഇതിലിപ്പോൾ വല്ല ടാങ്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ കളയാം. അതിനുശേഷം ഇനി നമുക്ക് കോമ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് തുടക്കത്തിൽ തന്നെ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പോർഷൻ എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് ബാലൻസ് നമുക്ക് ഇത്രയും ഹെയർ ഉണ്ടാവും. ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതും നന്നായിട്ടൊന്ന് അൺടാങ്കിൾ ചെയ്യുക. നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് വലത് കയ്യിലുള്ള മുടി അടിയിലൂടെ എടുക്കണു, ഇടത് കയ്യിലുള്ള മുടി മുകളിലൂടെ കൊണ്ടുവരണു. ഇങ്ങനെ ക്രോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇടത് കയ്യിലുള്ള മുടിയുടെ കൂടെ ബാലൻസ് മുടി ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് മുടി എടുക്കുക. അതിനുശേഷം വലത് കയ്യിലുള്ള മുടി മുഖത്തിൻ്റെ ഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്ത് അപ്പോൾ വലത് കയ്യിലുള്ള മുടി അടിയിലൂടെ എടുത്ത് ഇടത് കയ്യിലുള്ള മുടി മുകളിൽ കൂടെ എടുക്കുക. വീണ്ടും ഈ മുടിയുടെ കൂടെ ബാലൻസ് മുടിയിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്യുക. മുകളിലത്തെ മുടി ഫേസിൻ്റെ ഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക. വീണ്ടും ക്രോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പാറ്റേൺ ക്രിയേറ്റ് ആയി വരും. വീണ്ടും ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ആഡ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, ക്രോസ് ചെയ്യുക, വീണ്ടും ആഡ് ചെയ്യുക, ട്വിസ്റ്റ്, ക്രോസ്, ആഡ്, ട്വിസ്റ്റ്, ക്രോസ്. ഉണ്ടോ? പാറ്റേൺ ക്രിയേറ്റ് ആയി വരും. അപ്പോൾ വീണ്ടും ആഡ്, ട്വിസ്റ്റ്, ക്രോസ്. അപ്പോൾ ചെവിയുടെ ഭാഗം വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസ് മുടി ഉണ്ടാവും. ഇത് നമ്മൾ വീണ്ടും ട്വിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് മുഖത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ. അപ്പോൾ ഇടത് കയ്യിലുള്ള മുടി മുഖത്തിൻ്റെ ഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നു, വലത് കയ്യിലുള്ള മുടി മുഖത്തിൻ്റെ ഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ട്വിസ്റ്റ്, ട്വിസ്റ്റ്, ക്രോസ്, ട്വിസ്റ്റ്, ട്വിസ്റ്റ്, ക്രോസ്, ട്വിസ്റ്റ്, ട്വിസ്റ്റ്, ക്രോസ്. ഇങ്ങനെ എത്രയാണോ നമുക്ക് വേണ്ട അത്രയും നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പുൾ ചെയ്ത് കൊടുക്കാം. മുടി കുറച്ചുകൂടി വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് മുടി ഒന്ന് പുൾ ചെയ്ത് കൊടുക്കാം. അതല്ല ഇങ്ങനെ തന്നെ മതിച്ചാൽ ഇങ്ങനെ തന്നെ മതി. കുറച്ച് നമുക്ക് വോളിയം വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പുൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നും പുൾ ചെയ്യാം. ഓക്കെ, ഇനി ബാക്കിയുള്ള മുടി ഉണ്ടല്ലോ, ഇതുപോലെ ബാക്കിലേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. ബോബി പിന്നോണ്ട് സെക്യൂർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ക്രാബ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ക്രാബ് വെച്ചിട്ട് ഇവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ പാറ്റേൺ. ഉണ്ടോ? ഇതാണ് ട്വിസ്റ്റിംഗ് പാറ്റേൺ. ഇങ്ങനെയാണ് പാറ്റേൺ ക്രിയേറ്റ് ആയി വരിക. ഓക്കെ, ഇതൊരു സൈഡ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ സൈഡിലും ചെയ്യുന്നത്. ആദ്യം ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുക്കുന്നു,
ബാലൻസ് ബാക്കിലേക്ക് ഇടുന്നു. ഇനി അതിൽ നിന്നും കുറച്ചും കൂടി എടുക്കുക, സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യം ക്രോസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ചുകൂടെ മുടി ആഡ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, ക്രോസ്, വീണ്ടും ആഡ്, ട്വിസ്റ്റ്, ക്രോസ്, വീണ്ടും ആഡ്, ട്വിസ്റ്റ്, ക്രോസ്, ആഡ്, ട്വിസ്റ്റ്, ക്രോസ്, ആഡ്, ട്വിസ്റ്റ്, ക്രോസ്. പിന്നെ നമ്മൾ ബാലൻസ് മുടി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക, ക്രോസ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, ക്രോസ് ചെയ്യുക, ട്വിസ്റ്റ്, ട്വിസ്റ്റ്, ക്രോസ്, ട്വിസ്റ്റ്, ട്വിസ്റ്റ്, ക്രോസ്. ഇനി പുൾ ചെയ്യുക, സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ സ്റ്റൈൽ നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ല അടിപൊളി പാറ്റേൺ കിട്ടുകയും ചെയ്യും. ഇതാണ് പാറ്റേൺ, റോപ്പ് ട്വിസ്റ്റ് ആണിത്. ഇതാണ് റോപ്പ് ട്വിസ്റ്റ് ബ്രെയിഡ്. അപ്പോൾ ഇതാണ് റോപ്പ് ട്വിസ്റ്റ് ബ്രെയിഡ്. ഇത് നമുക്ക് ഇതുപോലെ കുർത്താസിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ഈ ഹെയർ സ്റ്റൈൽ കൊടുക്കാം, സാരിയുടെ കൂടെ ഈ ഹെയർ സ്റ്റൈൽ കൊടുക്കാം, സൽവാസിന്റെ കൂടെ ഈ ഹെയർ സ്റ്റൈൽ കൊടുക്കാം. എങ്ങനെയാണോ നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് സ്കേർട്ട് ടോപ്പ് ഇടുമ്പോൾ അപ്പോഴും കൊടുക്കാം. എല്ലാത്തിനും നല്ല ഭംഗിയായിട്ടുള്ള ഹെയർ സ്റ്റൈൽ. നമുക്ക് വെസ്റ്റേൺ രീതിയിലേക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കി നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തുള്ളൂ, അങ്ങനെ ചെയ്യാം. അപ്പൊ എല്ലാത്തിനും ചേരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് റോപ്പ് ട്വിസ്റ്റ് ബ്രെയിഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. കൂടുതൽ നമ്മൾ ഹെയർ സ്റ്റൈൽ വീഡിയോസ്, അതുപോലെ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യും. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ താഴെ കമന്റ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് മാറ്റം വരുത്താൻ പറ്റുമല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. See you on my next video. Bye.